കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി. ബീഹാർ ഗവർണറായാണ് മാറ്റം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, കേരള ഗവർണറെ മാറ്റിയിരിക്കുന്നു. സംഭവ ബഹുലമായ ഒരു കാലഘട്ടം ആയിരുന്നു കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാന്റേത്. ഇപ്പോൾ അദ്ദേഹത്തെ കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാം. തീർച്ചയായും കേരള ഗവർണറായിരുന്ന മുഹമ്മദ് ആരിഫ് ഖാനെ മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തെ ബീഹാറിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ബീഹാറിൽ ഇപ്പോൾ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഇപ്പോൾ കേരളത്തിന്റെ ഗവർണറായിട്ട് നിയമിതനാകുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. PTI ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവൻ ഇക്കാര്യത്തിൽ ഈ മാറ്റങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെയും ഒഡീഷയിലെയും ഗവർണർമാർക്ക് കൂടി മാറ്റമുണ്ട്. മണിപ്പൂരിലേക്ക് മുൻ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള അജയ് കുമാർ ബെല്ലയാണ് മണിപ്പൂരിൽ ഗവർണറാകുന്നത്. അതോടൊപ്പം തന്നെ ഹരിബാഹു ആണ് ഒഡീഷയിലേക്ക് ഗവർണറായി പോകുന്നത്. ഈ 4 പേർക്കും മാറ്റമുണ്ട് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രപതി ഭവൻ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ഇക്കാര്യത്തിൽ ഈ മാറ്റങ്ങൾക്ക് ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. PTI ഈ വാർത്ത പുറത്തുവിടുന്നു. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവയിലുള്ള BJP നേതാവായിരുന്നു. നേരത്തെ ഗോവ മന്ത്രിസഭയിൽ മനോഹർ പരീക്കറിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. മനോഹർ പരീക്കറിന് ശേഷം ഗോവ മുഖ്യമന്ത്രിയായി BJP പരിഗണിച്ചിരുന്ന നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പക്ഷെ അതുണ്ടായില്ല. പകരം അന്ന് ലക്ഷ്മികാന്ത് ബർസേക്കറിനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. അതിനുശേഷം അദ്ദേഹത്തെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ ഹിമാചലിലെ ഗവർണറായി നിയമിക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്നാണ് അദ്ദേഹം ബീഹാർ ഗവർണറായി മാറുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കേരളത്തിലേക്ക് ഗവർണറായി തിരിച്ചു വരുന്നത്. ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ടൈം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തെ മാറ്റുക എന്നൊരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരും രാഷ്ട്രപതിയും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. കേരളത്തിലെ സർക്കാരുമായി നിരന്തരം കേരള സർക്കാരുമായി ഓരോ വിഷയങ്ങളിലും ഏറ്റുമുട്ടിയിരുന്ന വ്യക്തിയായിരുന്നു കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. ഏറ്റവും ഒടുവിൽ ഗവർണറും SFIയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ പരസ്യമായ സംഘർഷത്തിലേക്ക് പോയിരുന്നു. സർക്കാരിന്റെ നിരവധി ബില്ലുകൾ നിയമസഭയിൽ ഓർഡിനൻസായി വന്ന ബില്ലുകൾ ഒപ്പിടാതെ മാറ്റിവെക്കുകയും അത് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അസാധാരണമായ ഏറ്റുമുട്ടൽ കേരള സർക്കാരും ഗവർണറുമായി കഴിഞ്ഞ 3 വർഷത്തോളം അസാധാരണമായ ഏറ്റുമുട്ടലുകൾക്ക് വഴി തുറന്ന ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാറിലേക്ക് ഗവർണറായി പോകുന്നത്. പകരം വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ BJPയുടെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഗോവയിലുള്ള നേതാവാണ്. ഗോവയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇനി കേരളത്തിലേക്ക് വരുന്നത്. എന്തായാലും ഈ ഗവർണറുടെ മാറ്റം കേരളത്തിലെയും ഈ മറ്റ് 4 സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരുടെ മാറ്റം കേന്ദ്ര സർക്കാർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഇദ്ദേഹത്തിന് ഗവർണർ പദവിയിൽ തുടരാൻ ഒരു സാധ്യത അദ്ദേഹത്തിന് നൽകുമായിരുന്നു കേന്ദ്ര സർക്കാർ. ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും കേരളത്തിൽ തുടരാൻ അനുവദിക്കുമായിരുന്നു എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പകരം അദ്ദേഹത്തെ ബീഹാറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ CPM സർക്കാരുമായി അല്ലെങ്കിൽ LDF സർക്കാരുമായി നടത്തിയ ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ ബില്ലുകൾ മാറ്റിവെച്ചതടക്കം SFIയുമായുണ്ടായ സംഘർഷങ്ങൾ, സർക്കാരുമായി ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ, സർക്കാരിനെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പ്രതിക്കൂട്ടിലാക്കുമ്പോഴൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്യമായി എടുത്ത നിലപാടുകൾ, സർക്കാരിനെ വിമർശിക്കാൻ ഓരോ വിഷയത്തിലും സർക്കാരിനെ വിമർശിക്കാൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ച നിലപാടുകളൊക്കെ ഇനി പുതിയൊരു ഗവർണർ വരുമ്പോൾ, പ്രത്യേകിച്ചും BJPയുടെ ഗോവയിൽ നിന്നുള്ള നേതാവ് കൂടിയായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുമ്പോൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ബീഹാറിലെ NDA സർക്കാരുമായി വളരെയധികം ഒത്തുചേർന്ന് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചൊരു വ്യക്തി കൂടിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗോവ രാഷ്ട്രീയത്തിൽ വളരെ സമവായത്തിന്റെയും ഒക്കെ നേതാവായി പലപ്പോഴും കണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തോട് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോട് എങ്ങനെ അദ്ദേഹം പൊരുത്തപ്പെട്ടു പോകും, അല്ലെങ്കിൽ കേരള സർക്കാരിന് അദ്ദേഹത്തോടുള്ള നിലപാട് എന്തായിരിക്കും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഈ 4 ഗവർണർമാർക്ക്, രാജ്യത്തെ 4 ഗവർണർമാർക്ക്, 4 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അജയ് കുമാർ ബെല്ല മണിപ്പൂർ ഗവർണറായി വരുന്നു. അതോടൊപ്പം തന്നെ ഹരിബാഹു ഒഡീഷ ഗവർണറായി മാറി വരുന്നു. ഈ തീരുമാനങ്ങൾക്ക്, ഈ 4 പേരുടെയും മാറ്റങ്ങൾക്ക് രാഷ്ട്രപതി ഭവൻ അംഗീകാരം നൽകിയിരിക്കുന്നു. ബീഹാറിൽ നിന്നുള്ള ഗവർണർ കേരളത്തിലേക്ക് വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഗവർണർ, ബീഹാറിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. സ്വാതി.